ഷുക്കൂർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷുക്കൂർ, താങ്കൾ ഇന്നലെ കോടതി വിധി വന്നതിന് ശേഷം താങ്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഞങ്ങളെല്ലാവരും കേട്ടതാണ്. അതിലൊരു അസ്വാഭാവികത, ആശങ്ക ഒക്കെ താങ്കൾ പങ്കുവച്ചിരുന്നു. അതിനുശേഷം കോടതിയുടെ വിധിപ്പകർപ്പ് പുറത്തു വരുന്നു. വിധിപ്പകർപ്പിലെ ചില പരാമർശങ്ങൾ അതിലിപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറും കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. വിധിപ്പകർപ്പ് താങ്കൾ കണ്ടിരുന്നു. അതിലെ പരാമർശങ്ങളോടുള്ള താങ്കളുടെ പ്രതികരണം എന്താ? എനിക്ക് വലിയ പരിമിതിയുണ്ട്. ഞാൻ അഡ്വക്കേറ്റ്സ് ആക്ട് പ്രകാരം എൻറോൾ ചെയ്തൊരു ലോയറാണ്. അദ്ദേഹത്തിന്റെ കോടതിയിൽ സ്ഥിരമായി പോകുന്ന ഒരു അഭിഭാഷകനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിധിന്യായത്തിലെ വിശദമായൊരു വിശകലനത്തിന് എനിക്ക് പ്രയാസമുണ്ട്. അത് അഡ്വക്കേറ്റ്സ് ആക്ടിനും എത്തിക്സിനൊക്കെ വലിയ കാർക്കശ്യം ഉള്ളത് കൊണ്ട് തന്നെ പരിധിക്കപ്പുറത്ത് പറയാൻ കഴിയില്ല. എങ്കിലും ആ വിധിന്യായം അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രോസിക്യൂട്ടറും പോലീസും ഹാജരാക്കിയ രേഖകൾ വിശകലനം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു നീതിപൂർവമായ വിശകലനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വിശകലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെടും. ആ സംഭവം കഴിഞ്ഞ ഉടനെ പോലീസ് വിശദമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ടവർ ലൊക്കേഷനിൽ ഈ 3 പേര് ആ സ്ഥലത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് അന്വേഷണം അവരിലേക്ക് നീളുന്നത്. അത് വളരെ വാലിഡ് ആയ ഒരു എവിഡൻസ് ആണ്. അത് പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ജഡ്ജി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂട്ടർ പറഞ്ഞതിനോട് ഞാൻ അടിവരയിടുന്നു. അദ്ദേഹം എന്നേക്കാൾ നന്നായിട്ട് ആ കാര്യങ്ങൾ പറയാൻ അർഹതയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ അദ്ദേഹത്തിന് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. അതിനപ്പുറത്ത് ജഡ്ജിമെന്റ് വിശദമായി നമ്മൾ അപ്പീൽ ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പീൽ കോടതിയിൽ വിശദമായി അതിന്റെ വിശകലനം പറയും. പക്ഷെ കോടതി മുമ്പാകെ ഹാജരാക്കിയ തെളിവുകളും സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും വിശകലനം ചെയ്യുന്നതിൽ ബഹുമാനപ്പെട്ട കോടതിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയാം, ഊഹിക്കാൻ കഴിയും. താങ്കൾ അഭിഭാഷകനായതുകൊണ്ട് തന്നെ കോടതി ഉത്തരവിനെ പരാമർശിക്കുന്നതിൽ താങ്കൾക്ക് ചില ലിമിറ്റേഷൻ ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം, കാസർഗോഡ് ഈ കേസ് ഉണ്ടാവുമ്പോൾ അതിന് ചില രാഷ്ട്രീയ സ്വഭാവമുണ്ട്. ഒന്ന്, അത് കൊല ചെയ്യപ്പെട്ട വ്യക്തി, അദ്ദേഹം ഒരു മതപ്രഭാഷകനാണ്. കുറ്റം ചെയ്തു, കൊല നടത്തിയെന്ന് ആരോപിക്കപ്പെട്ട വ്യക്തികൾക്ക് ചില രാഷ്ട്രീയ സ്വഭാവമുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. അതിനിടയിൽ കോടതി വിധി വരുമ്പോൾ ഈ കോടതി വിധി സംബന്ധിച്ച് ഉണ്ടാവുന്ന ആശങ്കകൾ തെരഞ്ഞെടുപ്പിലും കാസർഗോഡിൻ്റെ പൊതു രാഷ്ട്രീയത്തിലും ഒക്കെ പ്രതിഫലിക്കാനുള്ള സാധ്യത കൂടി ഇല്ലേ? ഞാനേ ഒരു കാര്യം പറയാം. 2018ന്റെയും 2017ന്റെ ഇടയിൽ കാസർഗോഡ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ മാത്രം 6 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 2008ന്റെയും 2017 2 മിനിറ്റ് സമയം വേണം, ഞാൻ അതൊന്ന് പറഞ്ഞിട്ട് പോവാം. 14/4/2008 മുഹമ്മദ് സിനാൻ എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെടുന്നു. 18/4/2008 മുഹമ്മദ് എന്ന് പറയുന്ന 56 വയസ്സുള്ള പ്രായമുള്ള ആൾ കൊല്ലപ്പെടുന്നത്. 10/1/2011 റിഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അയാൾക്ക് 24 വയസ്സാണ്. 7/7/2013 സാബിത്ത്, അദ്ദേഹത്തിന് 19 വയസ്സാണ്. പിന്നെയാണ് 22/12/2014 സെയിൻ ലാബിൽ എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെടുന്നു. ഈ 5 കൊലപാതകങ്ങളിലും അതിൽ ഒരു കേസ് മാത്രമാണ് ട്രയലിന് ബാക്കി 4 കൊലപാതകങ്ങളിൽ വിചാരണ കഴിഞ്ഞ് പ്രതികൾ വെറുതെ വിട്ടുകയാണ് കാസർഗോഡ് കോടതി. ഈ 5ാമത്തെ കേസ് ട്രയൽ നടക്കാൻ ബാക്കിയുണ്ട്. മുസ്ലിം ലീഗ് ഓഫീസിന്റെ താഴെ ജോലി ചെയ്യുന്ന ആളാണ് കൊല്ലപ്പെട്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കാസർഗോഡിന്റെ പശ്ചാത്തലത്തിൽ ഈ ഞാൻ നേരത്തെ 2008ന്റെയും 2013ന്റെ ഇടയിൽ 2011 മുതൽ, അതായത് 3, 4, 5 റിഷാദും സാബിത്തും സൈൻ ലാബിലും കൊല്ലപ്പെടുന്ന സംസ്ഥാനം ഭരിക്കുന്നത് UDF ആണ്. മുസ്ലിം ലീഗ് പങ്കാളിത്തമുള്ള നെല്ലിക്കുന്നിന്റെ പിന്തുണയുള്ള ഗവൺമെന്റ് ആണ്, നെല്ലിക്കുന്നിന്റെ. ആ 3 കേസിലെ പ്രതികളും അതായത് റിമാൻഡ് കാലാവധി 90 ദിവസത്തിന്റെ അകത്ത് പുറത്തിറങ്ങിയവരാണ്. ഈ ഒരൊറ്റ കേസിലാണ് ഗവൺമെന്റ് ജാഗ്രത കൊണ്ട് മാത്രമാണ് ഈ കേസ് തടവ് വിചാരണ വന്നതും 7 വർഷവും 7 ദിവസവും ജയിലിൽ കിടന്നതും. അല്ല, കേൾക്കുന്നുണ്ട് പറയുന്നത്? കേൾക്കുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. അത് ഈ 2011ന്റെയും 2014ന്റെ ഇടയിൽ 3 മുസ്ലിം ചെറുപ്പക്കാർ ഇതേ പ്രദേശത്ത് കൊല്ലപ്പെടുന്നുണ്ട്. ആ പ്രതികളെല്ലാം റിമാൻഡ് ഡേറ്റ് 90 ദിവസവും 100 ദിവസം കഴിയുമ്പോൾ പുറത്തേക്ക് പോവുകയാണ് വളരെ കൂളായിട്ട്. ആ സമയത്ത് സംസ്ഥാനം ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്. ബഹുമാനപ്പെട്ട NNL കാസർഗോഡ് MLA പിന്തുണയുള്ള ഗവൺമെന്റ് ആണ്. ആ പ്രതികളൊന്നും ഇത്രയും കാലം ജയിലിൽ കിടന്നിട്ടില്ല. ആ പ്രതികളെല്ലാം ഈ 10, 20, 60 ദിവസം ജയിലിൽ കിടന്നിട്ട് അവർ കൂടായി ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. ഈ കേസിൽ മാത്രം LDF ഗവൺമെന്റ് 2017 അധികാരത്തിൽ വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാനടക്കമുള്ളവർ കാസർഗോഡ് പോയി കണ്ട് ആ കേസിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി നിവേദനം നൽകി. ആ നിവേദന അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ നടന്നു.
ആ CPM നേതാക്കളെ വിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 7 വർഷം ഒരു ജയിലിൽ കിടന്നത്. ഈ വിധിന്യായം ബഹുമാനപ്പെട്ട സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ വിധിന്യായം എഴുതാനുള്ള അധികാരം പ്രോസിക്യൂട്ടർക്കോ പോലീസിനോ നമ്മുടെ നിയമം അനുവദിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമുക്കത് ചെയ്യാൻ കഴിയാത്തത്. ആ കേസിൽ ശിക്ഷിക്കാൻ ആവശ്യമായ എല്ലാ രേഖകളും സാക്ഷിമൊഴി, ഒരൊറ്റ സാക്ഷിമൊഴി, മെറ്റീരിയൽ വിറ്റ്നസ് എന്ന് പറയും ലീഗൽ ടേമിൽ, ഒരൊറ്റ മെറ്റീരിയൽ വിറ്റ്നസ് പോലും ഹോസ്റ്റേജ് ആയിട്ടില്ല, കൂറുമാറിയിട്ടില്ല, ഒരു രേഖ പോലും ചാലഞ്ചിലാവാത്ത രീതിയിൽ ഉണ്ടായിരുന്നില്ല. ആ പ്രതി നയിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വസ്ത്രങ്ങൾ കണ്ടെടുക്കുന്നത്. ആ വസ്ത്രത്തിനാണ് രക്തത്തിന്റെ പാടുണ്ടായിരുന്നത്. ആ വസ്ത്രം അയാളുടെ നിന്ന് എല്ലാവരും ഡിഫൻസിലെ ഒരു സജഷൻ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പാകെ വന്ന തെളിവുകൾ പരിശോധിക്കുന്നതിൽ വന്ന വീഴ്ചയാണ്, അദ്ദേഹത്തിന്റെ വന്ന വീഴ്ച കൊണ്ടാണ് പ്രതികളെ വെറുതെ വിട്ടത്. ഈ പ്രോസിക്യൂഷനും പോലീസും ശക്തമായി ഇടപെടൽ ഈ കേസിൽ നടത്തി എന്നത് പൊതുവിൽ അതങ്ങനെ അംഗീകരിക്കപ്പെടുന്നുണ്ട്. ചില മാധ്യമങ്ങൾ അടക്കം അത് കൃത്യമായി പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞോളാം, ഈ കേസിൽ അന്വേഷണം നടത്തിയ ആള് SP ഡോക്ടർ അദ്ദേഹത്തിന്റെ പേര് ശ്രീനിവാസനാണ്. ഡോക്ടർ ശ്രീനിവാസൻ എന്ന് പറയുന്ന ആള് ഏറ്റവും ഇന്റഗ്രിറ്റിയുള്ള ഇന്റലിജന്റ് ആയ IPS ഓഫീസറാണ്. അദ്ദേഹം ഫിസിഷ്യനാണ്, ബേസിക്കലി MBBS ഡോക്ടറാണ്. അദ്ദേഹം UDF ഭരണകാലത്ത് എന്നെ നെല്ലിക്കുന്ന MLA ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് മന്ത്രിയായുള്ള കാലത്ത് കാസർഗോഡ് SP ആയിരുന്നു. കാസർഗോഡിന്റെ പൾസറിയുന്ന ആളാണ്. അദ്ദേഹമാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. സുധാകരൻ എന്ന് പറഞ്ഞ DVSP ആണ് അതിന്റെ അന്വേഷണം നടത്തിയത്. അദ്ദേഹം കോൺഗ്രസ് പശ്ചാത്തലമില്ല ആളാണ്. ഇതിൽ ഈ 2 ഉദ്യോഗസ്ഥന്മാര് അവർ ലീഡർഷിപ്പ് RSSുമായി ഒത്തുകളിച്ചെന്നാണോ ബാക്കിയുള്ളവർ പറയുന്നത്? വിചിത്രമായ വാദമാണ്. അഡ്വക്കേറ്റ് അശോകൻ കേരളത്തിൽ അറിയപ്പെടുന്ന സീനിയർ ക്രിമിനൽ ലോയറാണ്. അദ്ദേഹമാണ് പ്രോസിക്യൂട്ടറെ. അദ്ദേഹം വേണമെന്ന് ആവശ്യപ്പെടുന്ന ആക്ഷൻ കമ്മിറ്റിയും മരിച്ച റിയാസ് മൗലവിയുടെ ഭാര്യയുടെ അപേക്ഷയുടെ പുറത്താണ് മുഖ്യമന്ത്രി ഓർഡർ ആക്കുന്നത്. മുഖ്യമന്ത്രിയോ ഗവൺമെന്റ് തെരഞ്ഞെടുത്ത പ്രോസിക്യൂട്ടർ അല്ല. ആ പ്രോസിക്യൂട്ടർ ഗവൺമെന്റ് 90 ദിവസം മുമ്പ് തന്നെ ഫയൽ പരിശോധിച്ചിട്ട് ആ അനുവാദത്തോടു കൂടിയാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. 154 പ്രകാരം സാങ്ഷൻ 85ാമത്തെ ദിവസം ഗവൺമെന്റ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. ആ കേസിൽ ഒരു സർക്കാരിന് സാധ്യമായ എല്ലാ സംഗതികളും ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. ആ ഇപ്പൊ അശോക് സാർ കഴിഞ്ഞ മെയ് 1 മരിക്കുന്നു. അദ്ദേഹത്തിന് ജൂനിയർ ഷാജിദിനെ വെക്കണം എന്ന് പറഞ്ഞിട്ട് ഇതേ സാദിഖ് മൗലവിയുടെ റിയാസ് മൗലവിയുടെ വൈഫ് അപേക്ഷ കൊടുക്കുന്നു. 1 മാസത്തിന് 1.5 മാസത്തിന് ഗവൺമെന്റ് ഓർഡറായി കൊടുക്കുന്നു. ആ ഷാജിദ് എന്ന് പറയുന്ന ആള് CPM കാരനോ BJP-കാരനോ അല്ല. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹം സംസാരിച്ചാൽ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് പശ്ചാത്തലത്തിൽ വരുന്ന അദ്ദേഹം BJP-യെ ഒത്തുകളിച്ചതാണോ പറയുന്നത്? ഇത് അഭിഭാഷകരുടെ ഇൻഡിക്കേറ്ററെ ബാധിക്കുന്ന വിഷയമാണ്. അശോക് സാറിനെ പോലെ ഷാഹിദിനെ പോലെ ആത്മാർത്ഥമായി കേസ് നടത്തുന്ന വക്കീലന്മാര് ഈ പ്രതികളുമായി ഒത്തുകളിച്ചതിൽ ആരോപണം ഉന്നയിക്കുന്നവരുടെ ആ പോലീസ് ഓഫീസർമാരുടെയും അഭിഭാഷകരുടെയും ഇൻഡിഗ്രിറ്റി ആയിക്കൊണ്ടിരുന്നത് അപകടകരമായ സംഗതിയാണ്. അങ്ങനെ വക്കീലന്മാർക്കെതിരെ വ്യാജമായ ആരോപണം ഉന്നയിക്കാൻ പാടില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാം. അത് അഭിഭാഷകരെയും പോലീസ് ഓഫീസർമാരുടെയും ഇന്റഗ്രിറ്റിയും കമ്മിറ്റ്മെന്റിനെയും ചോദ്യം ചെയ്തുണ്ടാക്കുന്ന അപകടകരമായ സംഗതിയാണ്. ഒരു കാര്യം കൂടി അഡ്വക്കേറ്റ് ഷുക്കൈർ, ഈ വിചാരണ കോടതി പ്രതികളെ വെറുതെ വിട്ട ഒരു കേസിൽ അപ്പീലിന് പോയാൽ ഇനി എത്ര കണ്ട് നിയമസാധ്യതയുണ്ട് ഈ കേസിൽ? താങ്കൾ ഉദ്ദേശിക്കുന്ന ഈ കേസിന്റെ ജഡ്ജ്മെന്റ് വായിച്ചവരാണെന്ന നിലയിൽ 100% കൺവിക്ഷൻ അപ്പീൽ കോടതിയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ്. ഓക്കെ, ഈ പ്രതികൾ, അതായത് ഈ കൊല നടന്ന് തൊട്ട് പിന്നാലെ തന്നെ പ്രതികൾ കസ്റ്റഡിയിലാവുന്നു. അവർ പലവട്ടം ജാമ്യത്തിന് ശ്രമിക്കുന്നു, ജാമ്യം ലഭിക്കാതെ പോകുന്നു. ഒടുവിൽ വർഷങ്ങൾക്കിപ്പുറം 5-6 വർഷത്തിനിപ്പുറം കോടതി വിധി പറയുമ്പോൾ 6 വർഷം ജയിലിൽ കിടന്നവരാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് പറ്റുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ ഒരു പിഴവ് കൂടി നമുക്ക് പരാമർശിച്ച് പോകേണ്ടതുണ്ടോ? ഇനി ഇവരല്ല കുറ്റം ചെയ്തതെങ്കിൽ അവർ അനുഭവിച്ചു പോയ ഒരു ജയിലിൽ കിടന്ന് അനുഭവിച്ച ഒരു കാലഘട്ടമുണ്ടല്ലോ, അതുകൂടി നമുക്ക് പരാമർശിക്കണമല്ലോ. തീർച്ചയായും അവർ ചെയ്തിട്ടില്ല എന്ന് ഒരു നിലക്കും പറയാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട കോടതിയും പറയുന്നത് അവർക്കെതിരെ 100% കുറ്റം തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രം. അവർ ചെയ്തില്ല എന്നല്ല കോടതി പറഞ്ഞത്. അവർക്കെതിരെയുള്ള കുറ്റകൃത്യം 100% സ്ഥാപിക്കാൻ പറ്റിയിട്ടില്ല. മറ്റ് അന്വേഷണങ്ങൾ, അതായത് റിയാസ് മൗലവിന്റെ സിം കാർഡ് പരിശോധിച്ചില്ല, അദ്ദേഹത്തിന്റെ ഡ്രസ് പരിശോധിച്ചില്ല, അദ്ദേഹം ലുങ്കിയാണ് ഉടുത്തത്, ലുങ്കി ശരീരത്തിന്റെ മേൽഭാഗത്ത് കുത്തുകൊണ്ടാൽ ലുങ്കിയിൽ കുത്തുകൊള്ളൂല, പള്ളിയിൽ വന്ന് സിമന്റ് ഇട്ട് ഉറപ്പിച്ച ടൈല് പൊട്ടിയില്ല, ഇതൊക്കെയാണ് ബഹുമാനപ്പെട്ട ജഡ്ജിന്റെ നിലപാട്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് മാത്രം അവര് കുറ്റക്കാരല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ജുഡീഷ്യൽ കസ്റ്റഡി കാലം, റിമാൻഡ് കാലം നിയമപരമായി യാതൊരു തെറ്റുമില്ല, അത് അറിയിക്കുന്നത് തന്നെയാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് C. ഷുക്കൂർ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. എന്തായാലും വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കേസ് കൂടിയായി ഇത് മാറുന്നു എന്നതാണ് അതിൻ്റെ പശ്ചാത്തലം.